പ്രൈസ് ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹമുണ്ട്. സങ്കീർത്തനം 121 അധ്യായത്തിൻ്റെ 1-2 ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടുന്നു? എൻ്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. വ്യക്തമായി ഇന്ന് എന്നെ കാണുന്നതിൽ എനിക്ക് ഓർപ്പിക്കാവുന്നത്, ജീവിതത്തിൽ നമ്മൾ പലതരം പ്രതിസന്ധികളിലും ഒക്കെ ചെല്ലാൻ സാധ്യതകളുണ്ട്. ചെല്ലുമ്പോൾ ഒക്കെ നമ്മൾ പലപ്പോഴും പല മനുഷ്യരെയും പല കാര്യങ്ങളായിരിക്കും നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ എന്തിനെയൊക്കെ ആശ്രയിച്ചെന്ന് പറഞ്ഞാലും ഒരു സമയം വരും നമ്മൾ ഇതൊന്നും നമുക്ക് ഒരു സഹായമായി വരത്തില്ല. ഇതിൻ്റെ ഒരു പരിമിതികളുണ്ട്. എന്നാൽ സങ്കീർത്തനത്തിന് 121:1-2 പറഞ്ഞു, സങ്കീർത്തനക്കാരൻ യഹോവയിലേക്ക് നോക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം വ്യക്തമായി അറിയാം, ദൈവം തരുന്ന സഹായം ഒരു കാരണവശാലും അതവിടെ അവസാനിക്കുന്നില്ല. ദൈവം തരുന്ന സഹായം എന്ന് പറയുന്നത് മറ്റാർക്കും അത് തടയാനും പറ്റില്ല. കാരണം ആ സഹായം എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ഏറ്റവും മനോഹരമായി നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്മൂത്തായിട്ട് നടത്തും. തീർച്ചയായും ഇന്നൊരു പക്ഷേ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു വലിയ പ്രതികൂലത്തിന് നടുവിലായിരിക്കും, ചില പ്രയാസങ്ങളും പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലായിരിക്കും. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുക, കർത്താവിൻ്റെ കയ്യിൽ നിങ്ങൾ വിഷയം കൊടുക്കുക. കർത്താവ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്ന സഹായം നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ക്രിസ്തു യേശു ശക്തനാണ്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാണെന്ന് പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുന്നു.